ഞാനിപ്പോൾ ഫിൻലൻഡിലെ തട്ടുകടയിലാണ് വന്നിരിക്കുന്നത്. കിട്ടിലൻ കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ബിൽഡിങ്, വലിയൊരു എഞ്ചിനീയറിംഗ് വർക്ക് നടന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ ഒരിക്കലും മനസ്സിലാവില്ല. ഈ തട്ടുകട സെറ്റപ്പ്, അപ്പുറത്ത് തട്ടും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ അത്ര വിലയേ ഉള്ളൂ, ഒരു ചുമ്മാ തട്ടുകട, ഇന്ത്യൻ കോഫി ഹൗസ് കിട്ട പോലെ. ഗൈസ്, ഞാനിപ്പോൾ കഴിച്ചത് റെയിൻഡിയർ ഹോട്ട് ഡോഗ് ആയിരുന്നു. അതായത് നമ്മുടെ ഹേയ് ഗൈസ്, ദിസ് ഇസ് ജീൻ ജാങ്കോ ഹിയർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മളിവിടെ കത്തീഡ്രൽ പോയതായിരുന്നു. എന്നാലും നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇവിടുത്തെ സിറ്റി സെൻറ്ററാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ. ഇതേ കണ്ടില്ലേ, കാണുന്നതാണ്. ഇപ്പം ഇതൊരു പാക്ഡ് ആയിട്ടുള്ളൊരു ഇവിടുത്തെ ഒരു ടൗണിലെ ഏരിയ ആണ് സംഭവം. ഫ്രണ്ടിൽ എനിക്കൊന്ന് റെയിൽവേ സ്റ്റേഷനാണിത്, എന്തോ സ്റ്റേഷനാണ്. അകത്ത് പോയി നോക്കണം എന്തായാലും, അതും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ആ ഒരു കത്തീഡ്രലിൻ്റെ ആ ഭാഗവും സെൻറ്ററാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു നടുഭാഗമായിട്ട് വരുന്നത്. ഇതിൻ്റെ പുറകിലോട്ട് ഇവിടെ ഓൾഡ് ടൗൺ ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇതാണ് ഇവരുടെ ഒരു ടൗണ്, പണ്ട് മുതലുള്ള ഒരു ടൗൺ അവർ ഡെവലപ്പ് ചെയ്ത്, പിന്നെ ആ ഒരു ആർക്കിടെക്ചറും അതുപോലെ തന്നെ ആ ഒരു പഴമയൊക്കെ നിലനിർത്തി തന്നെ അവരിത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും അകത്തോട്ടേക്ക് പോയി നോക്കുകയാണ്. ഓക്കെ, താങ്ക് യു. Try this. Okay. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ ഗൈസ്. ഓക്കെ, ഇപ്പം ഇതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്ററൊക്കെ. ഇതിവിടെ കയറി വന്ന ഉടനെ എന്തൊക്കെയോ പേസ്ട്രീസ് വിൽക്കുന്നൊരു കടയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് സ്റ്റാർബക്സ് ഉണ്ട്. യദുവിൻ്റെ ഫേവററ്റാണ് സ്റ്റാർബക്സ്. അപ്പം ലാറ്റ്വിയയിൽ സ്റ്റാർബക്സ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പം ഫിൻലാൻഡിലോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ യദു ഇവിടുത്തെ സ്റ്റാർബക്സ് വേറെ എവിടെയും പോയില്ലെങ്കിലും ഇവിടുത്തെ സ്റ്റാർബക്സിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തായാലും സ്റ്റാർബക്സ് നോക്കട്ടെ. ഇപ്പോൾ നമ്മളിപ്പം മെക്ഡോണൾഡ്സിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ റേറ്റ് കൂടുതലാണ്. ബാക്കിയുള്ള സ്റ്റാർബക്സ് വെച്ച് നോക്കണമെങ്കിൽ ഇവിടെ അതിനും കൂടുതലായിരിക്കും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ പോയിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സംഭവം പറ്റുവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കോഫി കുടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതിൻ്റെ അകത്തൂടെ കുറച്ച് നടന്നപ്പോൾ ഇങ്ങനെ, അതായത് കുറച്ച് വലുതാണിത്. ഇങ്ങനെ അകത്തൂടെ അങ്ങനെ മുകളിൽ സീലിംഗ് ഒക്കെ ഉള്ള, അതായത് സീലിംഗ് വഴി ലൈറ്റ് കടത്തി വിടുന്ന ടൈപ്പുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് മൊത്തത്തിലൊരു ഷോപ്പിങ്ങിന് വേണ്ടി പറ്റിയ മൊത്തത്തിലുള്ളൊരു സ്ഥലം. അത് തന്നെ സംഭവം. എന്തായാലും കൊള്ളാം ഇവിടുത്തെ സിറ്റി സെൻറ്റർ. ബാക്കിയുള്ള നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ യൂണിയനിലാണ് ഉള്ളതെങ്കിലും, ലാറ്റ്വിയൻ ആണ് ഉള്ളതെങ്കിലും യൂറോപ്യൻ കൺട്രി, യഥാർത്ഥ ഒരു യൂറോപ്യൻ കൺട്രി. മറ്റേത് സോവിയറ്റ് കൺട്രീസാണ്. അത് യൂറോപ്യനായി പിന്നെ അതിൻ്റെ ഒരു കൾച്ചറിലോട്ടൊക്കെ വരുന്നതാണ്. പക്ഷേ ഒരു എക്സാക്റ്റ് യൂറോപ്യൻ കൾച്ചറും ആ ഒരു കൺട്രി ഇതാണ് സംഭവം. അതിൽ പെട്ടതാണിത്. അതായത് ഇത് ഫ്രാൻസ്, ജർമ്മനി എന്നൊക്കെ പറയുന്ന, ഫിൻലാൻഡ്, അങ്ങനെയുള്ള സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിലൂടെ കടന്ന് പുറത്ത് വേറെ ഭാഗത്തൂടെ പുറത്തോട്ട് വന്ന് ഇനിയിപ്പം സ്റ്റാർബക്സ് തപ്പണം. സ്റ്റാർബക്സ് നമ്മൾ നോക്കുമായിരുന്നു, പക്ഷേ അതിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചു സ്റ്റാർബക്സ്. പക്ഷേ അതിനകത്ത് നമ്മൾ കണ്ടില്ല. ചിലപ്പോൾ അതിൻ്റെ പുറകിലായിട്ട് ലൊക്കേഷൻ നോക്കിയപ്പോൾ അതിൻ്റെ അടുത്താണ് കാണിച്ചത്. അത് നമ്മൾ ആദ്യം വിചാരിച്ചത് അതിൻ്റെ അകത്താണ്, പക്ഷേ അതിൻ്റെ അകത്തല്ല, പുറത്ത് എവിടെയാണ്. നമ്മൾ നോക്കട്ടെ. പിന്നെ ആ റെയിൽവേ സ്റ്റേഷനൊന്ന് നോക്കണം. അടുത്ത് ഭയങ്കര രസമുണ്ടാവും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നും കാണാനുള്ളത്. ഭാഗത്തോട്ട് കയറിയിട്ടുള്ള ആ സംഭവം എങ്ങനെയാണെന്ന് നോക്കണം ഗൈസ്. നമ്മളാണെങ്കിൽ തപ്പി വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി. ആ മാളുടെ അകത്തൂടെ, സിറ്റി സെൻറ്ററിൻ്റെ അകത്തൂടെ നടന്ന് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തി. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ നേരത്തെ ആ കണ്ട സിറ്റി സെൻറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ പോലെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത്. പല ബിൽഡിങ്ങുകളും കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതേസമയം നമ്മൾ നടന്ന് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ എത്തി. എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ താഴ്ഭാഗമായിരുന്നു അത്. റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ട്രെയിൻ കയറുന്ന ഭാഗമാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ അടുത്ത് എവിടെയാണ് സ്റ്റാർബക്സ്. നമ്മൾ തപ്പുന്നത് തന്നെ അതായത് സ്ഥലം, ലൊക്കേഷൻ കാണിക്കുന്നത്. പക്ഷേ അത് ചിലപ്പോൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് വല്ലതും ആയിരിക്കുമോ? ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാവുമോ? അതിൻ്റെ മുകളിലുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ ഇനിയിപ്പോൾ. അങ്ങനെ നമ്മൾ നടന്ന് ലാസ്റ്റ് സ്റ്റാർബക്സ് കണ്ടു ഗൈസ്. കണ്ടോ സ്റ്റാർബക്സ്? ഇത് ഹിന്ദിക്കാരനൊക്കെയാണ് അവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുണ്ടാവുന്ന ചില കടകളുണ്ടല്ലോ,
അതിൽ പെട്ട ഒരു കട മാത്രമാണ് ഇവിടെ സ്റ്റാർബക്സ്. ഇവിടെയൊക്കെ സ്റ്റാർബക്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ തോന്നുന്നുണ്ട് അല്ലേ? ഈ US ബ്രാൻഡല്ലേ, ഇവിടെ അതിനേക്കാൾ നല്ല കിടിലൻ കോഫീസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ അത്ര വിലയേ ഉള്ളൂ. ഒരു ചുമ്മാ തട്ടുകട ഇന്ത്യൻ കോഫി ഹൗസ് കിട്ട പോലെ. അതന്നെ നമ്മൾ ഇപ്പം നിന്ന ആ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നമ്മൾ ആക്ച്വലി ഈ സിറ്റി സെൻറ്ററിൽ നിന്നായിരുന്നല്ലോ കയറിയത് അതിൻ്റെ അകത്തൂടെ. അപ്പോൾ അതിൻ്റെ അകത്തൂടെ കയറി അണ്ടർഗ്രൗണ്ട് വഴി വന്നിട്ടാണ് പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് എത്തിയത്. സംഭവം കിടിലൻ തന്നെ, കിടിലൻ മേക്കിംഗ് സംഭവം. അതായത് നമ്മൾ ഈ റോഡിൻ്റെ താഴത്തൂടെ എങ്ങാണ്ടാണ് നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തിയത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, നേരത്തെ കാണിച്ചല്ലത്. അപ്പോൾ ഗായ്സ് അത് ഭയങ്കര സംഭവം തന്നെയാണ്. അതായത് ഇതിൻ്റെ താഴത്തൂടെ, അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വന്ന് ഇതിൻ്റെ താഴത്തൂടെ അങ്ങ് നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ് തന്നെ പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ കിടിലൻ ബിൽഡിങ്, പക്ഷേ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലും ഇത്ര വലിയ ഒരു സെറ്റപ്പ്, ഇത്രയും വലിയൊരു എൻജിനീയറിംഗ് വർക്ക് ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഒരിക്കലും മനസ്സിലാവില്ല. വണ്ടർഫുൾ. ഫിൻലാൻഡാണ് സംഭവം, ഇതൊന്നും പറയാനില്ല. ഞാനിപ്പം ടാലിന് സർപ്രൈസ്ഡ് ആയിരുന്നു. ഫിൻലാൻഡ് ഒരിക്കലും സർപ്രൈസ്ഡ് ആയിരുന്നില്ല, കാരണം ഫിൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓക്കെ ഇതുണ്ടാവും, കാരണം ലോകത്തിലെ ടോപ്പ് കൺട്രീസിൽ ഒരെണ്ണമാണ് സംഭവം. അതായത് വേൾഡ്സ് ഹാപ്പിയസ്റ്റ് കൺട്രി. അതുപോലെ തന്നെ നമ്മൾ നോക്കിയുടെ ആസ്ഥാനം, ഫിൻലാൻഡൊക്കെ ആദ്യമായിട്ട് തന്നെ നമ്മൾ അറിയുന്ന ഒരു നോക്കിയുടെ ആസ്ഥാനം എന്നുള്ള രീതിയിലേക്കാണല്ലോ. ഇത് കിടിലുമാണ് സംഭവം. ഈ ഒരു ആർക്കിടെക്ചറും പരിപാടിയൊക്കെ വേറെ എവിടെയെങ്കിലും വേറെ സിറ്റീസിലേക്ക് ഉണ്ടാവും, വേറെ ലോകത്തിലെ വേറെ ഏതെങ്കിലും സിറ്റീസിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സംഭവം. ഇനിയും വേറെ രാജ്യങ്ങളിൽ പോകുമ്പം പല ചിലപ്പോൾ ഇതിനേക്കാളും ഞെട്ടിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ ഓൾഡ് ടൗൺ ഇല്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് കണ്ടിട്ടൊരു ഇവിടുത്തെ ഒരു ചെറിയ ഓൾഡ് ടൗൺ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അത് ഓൾഡ് ടൗൺ ഇല്ല, അതൊരു ചെറിയ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ്സൊക്കെ വെച്ച് ആ ഒരു നമ്മുടെ റീഗയിലുള്ള ഓൾഡ് ടൗണിൻ്റെ ഒരു ചെറിയൊരു വൈബ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഏതൊരു പിൻട്രസ്റ്റിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്നുണ്ട്, അതുപോലെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് പറ്റിയൊരു ഫ്രെയിമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ നോക്കിയാൽ കിട്ടിയത്, പക്ഷേ ഇവിടെ ഫിൻലൻഡിൽ വന്നിട്ട് എടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അതുവേണ്ടി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണം ഏതെങ്കിലും നല്ലൊരു ബെസ്റ്റ് ഫ്രെയിം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടെ ഒരു ഓൾഡ് ടൗൺ പോലെയൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് സ്ഥലം. പക്ഷേ ഇത് ഓൾഡ് ടൗൺ അല്ല, ഇവരുടെ സിറ്റി സെൻറ്ററിലുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സിറ്റി സെൻറ്റർ പോലെ നമുക്ക് ഒരു ഓൾഡ് ടൗൺ ആയിട്ട് തോന്നും. അതാണ് ഗൈസ്. ഈ ബിൽഡിങ്ങൊക്കെ കണ്ടോ, കിടിലൻ കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ബിൽഡിങ്, ഒരു സെറ്റപ്പൊക്കെ ഭയങ്കര രസമുണ്ട് ഈ സ്ട്രീറ്റ് കാണാൻ. ഗൈസ് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഓൾഡ് മാർക്കറ്റ് ഹാളാണ്. അതായത് ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഓൾഡ് മാർക്കറ്റ് ഹാള്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ടേക്ക് പോയി നോക്കാം എന്താണ് അതിൻ്റെ അകത്തുള്ളത്. നമ്മൾ ഇതിന് നേരത്തെ ഇങ്ങോട്ട് വന്നായിരുന്നു, പിന്നെ തിരിച്ച് വീണ്ടും സ്ക്വയറിലോട്ട് പോയി, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നതാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. നമ്മൾ ആ ജയൻറ്റ് വീൽ കണ്ടില്ലായിരുന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടില്ല. ബട്ട് യെസ്, നമ്മൾ അകത്തോട്ട് കയറുന്നു. എന്തത് ക്യൂ അപ്പോൾ ഇതാണ് ഓൾഡ് മാർക്കറ്റ് ഹാൾ. ഏത് അല്ലേണോ? ഇതാണ് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ തന്നെയാണ് സംഭവം. നമുക്ക് നോക്കട്ടെ, നമുക്കെന്തെങ്കിലും കഴിക്കണം. നമുക്ക് ഭയങ്കര തളർച്ചയാണ്, കാരണം ഉറക്കം ശരിയല്ല ഒന്നാമത്. പിന്നെ എന്തെങ്കിലും കോഫിയോ കഫീൻ എന്തെങ്കിലും അടിച്ച് കയറ്റിയിൽ നമുക്ക് പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, എന്നിട്ടത് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഗായ്സ് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ തന്നെയാണ് സംഭവം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം നമ്മൾ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവം. ഒരുപാട് പേര് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ കൂടുതലും ചൈനക്കാരെ കാണുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, കൂടുതൽ ചൈനക്കാരുണ്ട്. പിന്നെ ഒരു യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ നമ്മൾ അവിടെ കൂടുതൽ കാണുന്നില്ല, കാരണം ബാൾട്ടിക് കൺട്രീസാണ്, അധികം ആൾക്കാർ വരില്ലായിരിക്കും. പക്ഷേ ഇത് ഇവിടുത്തെ ആയതുകൊണ്ട് ഒരു യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് ഇവിടെ വരുന്നതായിരിക്കും സംഭവം. ഞാനിപ്പോൾ ഫിൻലൻഡിലെ തട്ടുകടയിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ട തട്ടുകട, ഇവിടെ ഒരു ഹോട്ട് ഡോഗ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് തട്ടുകട സെറ്റപ്പ്, അപ്പുറത്ത് തട്ടും പരിപാടികളൊക്കെ ഉണ്ട്. ഗൈസ് ഞാനിപ്പോൾ കഴിച്ചത് റെയിൻഡിയർ ഹോട്ട് ഡോഗ് ആയിരുന്നു. അതായത് നമ്മുടെ
മറ്റേ ഐസുള്ള ഏരിയയിൽ മറ്റേ ഇതൊക്കെ കെട്ടി വലിക്കുമല്ലോ, ആ ഒരു മാനുണ്ടല്ലോ റെയിൻഡിയർ, അതിൻ്റെ മീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഹോട്ട് ഡോഗാണ്. അത് വെച്ചുള്ള സെറ്റപ്പൊക്കെ കഴിച്ചത്. എന്തായാലും കൊള്ളായിരുന്നു, സാധനം കിട്ടില്ലായിരുന്നു എന്തായാലും. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോകാം. നമ്മുടെ അടുത്ത ഇവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്ക് കാണാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ പോവാം ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇപ്പോൾ കുറച്ചൊന്ന് ചാർജായി. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് ഇവിടെ, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്പോട്ടുകൾ നോക്കിയപ്പം. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു കിടിലൻ ഒരു കഫേ, റെസ്റ്റോബാർ കഫേ സംഭവം കണ്ട്. സംഭവം അത്യാവശ്യം ക്ലാസ് ഫൈൻ ഡൈനിങ് പരിപാടിയാണ് ഇവിടെ. നമ്മളത് ചുമ്മാ കയറിയൊരു കോഫി കുടിച്ചാലെന്ന് വെച്ചാൽ അത് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് വേറെ ലീഗാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ പുറത്തിറങ്ങി അങ്ങനെയാണ് നമ്മൾ ആ തട്ടുകടയിലോട്ട് പോയത്. തട്ടുകടയിൽ പോയത് എന്താ, നമുക്ക് ഇവിടുത്തെ ഡെലിക്കസി കഴിക്കാൻ പറ്റിയില്ലേ. അതായത് റെയിൻഡിയർ ഇപ്പോൾ നമുക്ക് വേറെ എവിടെയും കിട്ടില്ലല്ലോ. അത് ട്രൈ ചെയ്ത് ഇവിടെ വന്നപ്പോൾ നമ്മളറിയാതെ നമുക്ക് വിശന്നപ്പോൾ അവിടെ കണ്ടപ്പോൾ ഹോട്ട് ഡോഗ്, ഓക്കെ അത് റെയിൻഡിയർ ഹോട്ട് ഡോഗാണ്, അങ്ങ് മേടിച്ചങ്ങ് കഴിച്ച്. എന്താ ആ മീറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു പാർക്കിലോട്ടൊന്ന് പോവാം. ഇതാ ആ കാണുന്നതാണ് പാർക്ക്. കോഫി കപ്പ് വേണോ, അല്ലെങ്കിൽ കോഫി കുടിക്കാനാണോ, അല്ലെങ്കിൽ കോഫി പിടിക്കണമെന്നുണ്ടോ? ഒരു കോള എല്ലാം മേടിച്ച് വെച്ചാൽ പോരെ. അതായത് ഏതൊരു പിൻട്രസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിൻട്രസ്റ്റിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിനൊരു സ്പോട്ട് തപ്പി നടക്കായിരുന്നു. ആരെങ്കിലുമൊക്കെ കാണട്ടെ. അങ്ങനെ ഒരു സ്പോട്ട് തപ്പി നടക്കായിരുന്നു. അപ്പോൾ നമുക്കിതാ നമ്മൾ വന്ന പാർക്കിൽ ഇരിക്കുന്ന സ്പോട്ടുകൾ കിട്ടി. അപ്പോൾ അതിനു വേണ്ടി ഏതോ ചോപ്പ് കളർ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇൻട്രസ്റ്റിലെ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പറ്റിയൊരു സീറ്റിങ്ങും കിട്ടി. ഇനിയിപ്പം കയ്യിലൊരു കോഫി കപ്പ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഫി കപ്പിന് എവിടെ പോകുമെന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ പാർക്ക്. ഇതാ ആ പ്രതിമയുടെ തലയിൽ, ആ പുള്ളിയുടെ തലയിൽ ഒരു പക്ഷിയൊക്കെ കയറിയിരിപ്പുണ്ട്. കൊള്ളാം, നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്ക്. ഒരു സർക്കിളിൻ്റെ നടുക്ക് സൈഡിലിതാ ഫിനിഷ് ടൗൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യെസ്, നമ്മൾ ഇതാണ് ഈ പാർക്കെത്തി. ഇതൊരു ഡെസ്റ്റിനേഷനായിരുന്നു, നമ്മുടെ ചെക്ക് ലിസ്റ്റിലുണ്ടായിരുന്നൊരു പോയിൻ്റായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ബാക്കി ഇനി അടുത്ത വീഡിയോയിലായിരിക്കും. കാരണം നമ്മൾ വലിയൊരു വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വീഡിയോ ആകുമ്പോൾ ആൾക്കാർക്ക് കാണാനും കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിലുണ്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ പഴയ വീഡിയോസ് കണ്ടിട്ട് വരാം. ഈ പ്ലേലിസ്റ്റ്, അതായത് നമ്മൾ ഈ ട്രാവൽ തുടങ്ങിയ ടാലിൻ തൊട്ടുള്ള ട്രിപ്പ് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് നിർത്താണ് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്തായാലും ലൈക്ക് ചെയ്യണം. കാരണം ലൈക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒക്കെ എത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നെ അടുത്ത വീഡിയോസ് കാണാനും മുമ്പത്തെ വീഡിയോസൊക്കെ മുമ്പിലിങ്ങനെ നമ്മുടെ ടൈം ലൈനിൽ സ്ക്രോളായി വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്നോട് അറിയിക്കാൻ പറ്റുന്ന കമൻറ്റിലൂടെ മാത്രമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ബൈ.